റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിന് 17-ാമത്തെ വാക്യം. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, ടു മാനിഫെസ്റ്റ് മൈ പവർ അപ്പോൺ യു, എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ഒരുമിച്ച് ഹല്ലേലൂയ പറയാവോ? പ്രിയപ്പെട്ട സഹോദരൻ, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ശക്തി നിന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫറവോ സ്ഥാനത്തേക്ക് നിന്നെ ഉയർത്തിയിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കാവോ? ഫറവോ എന്ന് പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ? അല്ല. ഒരു യഹൂദനാണോ? അല്ല. ഒരു വിജാതീയ രാജാവാണ് ഫറവോ. വെറൊരു വിജാതീയ രാജാവാണ് ഫറവോ. ആ വിജാതീയ രാജാവായ ഫറവോ എന്ന സ്ഥാനപ്പേരാണ്. ആ സ്ഥാനത്തേക്ക് ഫറവോയെ ഉയർത്തുന്നതിന് പുറകിൽ പോലും ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും എൻ്റെ ശക്തി നിന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഫറവോ സ്ഥാനത്തേക്ക് നിന്നെ ഉയർത്തിയിരിക്കുന്നത്. പറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ശുശ്രൂഷകൻ എന്ന സ്ഥാനത്തേക്ക്, വൈദികൻ എന്ന സ്ഥാനത്തേക്ക്, സുസ്തർ എന്നൊരു സ്ഥാനത്തേക്ക്, കോർഡിനേറ്റർ എന്ന സ്ഥാനത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്തേക്ക്, ഒരു ഹീലിംഗ് കൊടുക്കുന്ന ആളെന്നൊരു സ്ഥാനത്തേക്ക് നമ്മളെ കർത്താവ് ഉയർത്തിയിരിക്കുക. ആ ഉയർത്തിയതിന് പുറകിൽ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. പറയാം ഹല്ലേലൂയ. ശരിക്കും ഇവിടെ കിടക്കുന്ന വചനം ഇത്രയേ ഉള്ളൂ: ഞാൻ നിന്നെ ഉയർത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പഴയ നിയമത്തിലെ വചനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, പുറപ്പാട് 9:16 എടുക്കാവോ? എൻ്റെ ശക്തി നിനക്ക്, ഫറവോയെ കുറിച്ച് പറയാം, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വരതുകരം 2 ഹല്ലേലൂയ വർഗ്ഗം പറയാം, ഒന്നര പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിജാതീയ രാജാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും ഇത്ര കണ്ട് വലുതാണെങ്കിൽ, ഒരു വിജാതീയ രാജാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും ഇത്ര കണ്ട് വലുതാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും എത്ര കണ്ട് വലുതായിരിക്കും? സംഖ്യ 16:9. കർത്താവിന്റെ കൂടാരത്തിന് ശുശ്രൂഷ ചെയ്യാനും ജനത്തിന്റെ മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് നിസ്സാരമായ കാര്യമാണോ? കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ജനത്തിന്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെ ദൈവം നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നത് നിസ്സാരകരമായ ഒരു സംഗതിയല്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കാവോ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമുക്കല്ലാതെ വേറെ ആർക്കും പൂർത്തിയാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്കല്ലാതെ വേറെ ആർക്കും, നോബഡി, വേറെ ആർക്കും പൂർത്തിയാക്കാൻ പറ്റാത്ത ചില പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ, ഈ സഹോദരന്റെ പേരെന്നാ? ജെഫിൻ എന്ന് പറയുന്ന ഈ സഹോദരൻ ഈ കാലഘട്ടത്തിൽ ജെഫിനെ ദൈവം പ്രത്യേക ചില കാര്യങ്ങൾ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ജെബിൻ അവിടെ ഇല്ല എങ്കിൽ ആ ദൗത്യം വേറെ ആരെങ്കിലും എടുത്ത് പൂർത്തിയാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെബിനിലൂടെ പൂർത്തിയാകേണ്ട കാര്യങ്ങൾ ജെബിനിലൂടെ അല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരിലൂടെ പൂർത്തിയാകുകയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെബിൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ അവിടെ ഇല്ലെങ്കിൽ there will be chaos, ഒരു ശൂന്യത അവിടെ ഉണ്ടാകും. വേറെ ആർക്കത് ഫില്ല് ചെയ്യാൻ പറ്റിയല്ല. പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്ന വളരെ അപകടകരമാണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്തേറിനെ കുറിച്ചൊരു വചനമാണ്. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തുനിന്ന് മോചന ആശ്വാസവും വരാം, പക്ഷെ നീയും നിന്റെ പ്രതിഭവനം നശിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം? അവർക്ക് പറയാം ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം നമ്മൾ നന്നായിട്ട് പരിചയിച്ചതൊക്കെ നമുക്കറിയാം. പിന്നെ മൊർദെഖായിയുടെ വളർത്തുപുത്രിയായിരുന്നു എസ്തേർ. ഈ എസ്തേർ അവള് ഈ മൊർദെഖായിയുടെ വീട്ടിൽ വളരുക. അപ്പോൾ രാജാവിന് രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന സമയമായി. സൗന്ദര്യമുള്ളവരും കഴിവുള്ളവരും ബുദ്ധിശക്തിയുമായ മുഴുവൻ പെൺകുട്ടികളെയും അതിനകത്ത് രാജ്ഞിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവളെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ ഇവള് രാജകൊട്ടാരത്തിൽ താമസിക്കും, സുഖമായിട്ട് രാജകൊട്ടാരത്തിൽ താമസിക്കുക. ആ സമയത്താണ് യഹൂദ ജനതയെ മുഴുവൻ ഉന്മൂലന നാശം നടത്താനുള്ള കൽപ്പനകളുമായിട്ട് ചില പുറപ്പെടുന്നത്. അങ്ങനെ യഹൂദ ജനതയെ മുഴുവൻ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായിട്ട് ഇവ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ മൊർദെഖായി കരഞ്ഞ് നിറവൊളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് വേഗം കൊട്ടാരത്തിലെത്തിയിട്ട് പറഞ്ഞു, ഈ എസ്തേറിനോട് പറയാ, എസ്തേറേ,
ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. വിദേശ രാജ്യങ്ങൾ അത്തയിസം ചൂട് പിടിക്കുന്ന കാലഘട്ടത്തിൽ, ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ണടച്ച് നടന്നില്ലെങ്കിൽ തിന്മ കയറുന്ന ഈ ലോകത്തിൽ, ഇനി ഈ ലോകത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഹീലിംഗ് ഹാൻഡ്സ് സംഭവിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ നിലവിലിരിക്കുന്ന ലോകത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ നമുക്കല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റുകയില്ല. കാരണം ലോകം അത്രയും തിന്മയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ എസ്തേർ പറഞ്ഞെന്നറിയോ? എസ്തേർ പറഞ്ഞില്ലേ, എൻ്റെ പൊന്ന് വളർത്തപ്പ, സംഗതിയൊക്കെ ശരി തന്നെയാണ്, സംഗതി എനിക്ക് പിന്നെ ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കിപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെടാൻ പറ്റിയല്ല. കാരണം ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് രാജാവ് തൻ്റെ കയ്യിലിരിക്കുന്ന ചെങ്കോല് എൻ്റെ നേരെ നീട്ടിയില്ല എങ്കിൽ എന്നോട് അതൃപ്തി തോന്നിയാൽ സംഭവിച്ച എൻ്റെ കാര്യം പോക്കാവും. അതുകൊണ്ട് അങ്ങ് വേറെ എന്തെങ്കിലും പണി നോക്കണം, എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റിയല്ല എന്ന് എസ്തേർ പറയാ. അപ്പോൾ എസ്തേറിനോട് മൊർദെഖായി പറയുന്നൊരു മറുപടിയാ, ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ. ഹല്ലേലൂയ. യഹൂദർക്ക് എവിടെയെങ്കിലും രക്ഷ ദൈവം എന്തെങ്കിലും കൊടുക്കുമായിരിക്കും, പക്ഷെ നിന്റെ കാര്യത്തെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. എന്നിട്ട് പറയാ, ഈ ഒരു കാലഘട്ടത്തിലേക്കായിട്ടല്ല നീ രാജ്യസ്ഥാനത്ത് വന്നിരിക്കുന്ന ആർക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലെന്റെ സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വളരണം. ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു അഭിഷേകം നമ്മളിലേക്ക് വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശുശ്രൂഷ കൊണ്ട്, ഇന്നത്തെ അഭിഷേകം കൊണ്ട് നാളത്തെ ശുശ്രൂഷ നടക്കുകയില്ല. ഇന്നത്തെ അഭിഷേകം കൊണ്ട് നാളത്തെ ശുശ്രൂഷ നടക്കുകയില്ല. ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നടക്കുകയില്ല. ഒരുമിച്ച് പറ ഹല്ലേലൂയ. 2033 ലോകത്തിന്റെ ആയുധങ്ങൾ പെരുകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചൊല്ലുന്ന അഭിഷേകം, നമ്മൾ ഉയരുന്ന അഭിഷേകത്തിന്റെ ഒരു വളർച്ച നടക്കണം. ഇതാ എൻ്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രമായി. ഇതാ എൻ്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രമായി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങോട്ട് നോക്കാവോ. ഇപ്പോൾ ഒരു അരുവി ഉത്ഭവിച്ച് തുടങ്ങുകയാണെങ്കിൽ ആ അരുവി ഒഴുകി കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഒരു തോടായിട്ട് മാറും. ആ തോട് പിന്നെ ഒഴുകി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഒരു നദിയായിട്ട് മാറും. ആ നദി വീണ്ടും ഒഴുകി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? സമുദ്രമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു അരുവിയാണെങ്കിൽ ഒരു തോടായിട്ട് മാറണം. ഇന്ന് ഞാനൊരു തോടാണെങ്കിൽ ഒരു നദിയായിട്ട് മാറണം. ഇന്ന് ഞാനൊരു നദിയാണെങ്കിൽ ഒരു സമുദ്രമായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന്റെ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിലേ ശുശ്രൂഷ മുമ്പോട്ട് പോവുള്ളൂ. അഭിഷേകത്തിന്റെ വളർച്ച ഉണ്ടാകാതെ ശുശ്രൂഷ മുമ്പോട്ട് പോകില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ തോട് നദിയായി നദി സമുദ്രമായി എന്നൊക്കെ പറയുന്ന അഭിഷേകത്തെക്കുറിച്ചാണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? അവിടെ അഭിഷേകത്തെക്കുറിച്ചുള്ള വാക്കുകളോ അതിൻ്റെ കോണ്ടെക്സ്റ്റുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാം. ഇത് അഭിഷേകത്തെക്കുറിച്ചാണെന്ന് യാതൊരു കാര്യത്തിനും സംശയമില്ല. അത് മനസ്സിലാക്കാൻ അതിൻ്റെ വേറൊരു വചനം പഠിക്കണം. എസ്തേറിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. നദിയായി മാറിയ കൊച്ചരുവി എന്ന് പറഞ്ഞാൽ ഈ മൊർദെഖായിയുടെ വീട്ടിൽ ഇവള് ജീവിക്കുന്ന സമയത്ത് ഇവള് വെറും നദി, ഒരു അരുവിയായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? അവളൊരു നദിയായിട്ട് മാറി. നദിയായി മാറിയ കൊച്ചരുവി. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ അഭിഷേകം, അവളെന്താ ആ നദിയായിരുന്ന അവളെന്താ ഒരു അരുവിയായിരുന്ന അവള് ഒരു കാലഘട്ടം നദിയായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തിന്റെ ഒരു വളർച്ച നിർണായകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വലതുകരം ഉയർത്തി ഒരു 2 ഹല്ലേലൂയ ഒരുമിച്ച് ഉറക്കെ പറയാം. ഒന്നര പറയാം. അഭിഷേകമുള്ള ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇപ്പൊ ഒരു സിമ്പിൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഉദാഹരണം എടുക്കാം. ഗോലിയാത്ത് ഇങ്ങനെ അരങ്ങ് തകർത്ത് അടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ എന്നാണ് വെല്ലുവിളിക്കണത്. ഇപ്പൊ സകല ക്യാമറ കണ്ടും ആരുടെ നേരെ? വിനോദിച്ച നേരെയല്ല. ഇപ്പൊ സകല ക്യാമറ കണ്ട് ആരുടെ നേരെ? ഗോലിയാത്തിന് നേരെ. ഏത് TV ചാനൽ തുറന്നാലും ആരെക്കുറിച്ചുള്ള വാർത്തയുള്ളൂ? ഗോലിയാത്തിനെ കുറിച്ച് വാർത്തയുള്ളൂ. ഗോലിയാത്ത് അരങ്ങ് തകർത്ത് അടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിച്ചത്? കാര്യം അവിടെ സാവുകൾ നിൽക്കുന്നുണ്ട്, സൈന്യം നിൽക്കുന്നുണ്ട്, എല്ലാവരും എല്ലാ കവാത്തും മറന്നിങ്ങനെ നിൽക്കുക, ഒരൊറ്റ ആളും മിണ്ടുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചോ? അഭിഷേകമുള്ള കിളുന്ത് പയ്യൻ സാവൂള് നമ്മുടെ ദാവീദ് പ്രവേശിച്ച് എന്ത് ചെയ്തു? കവണയെടുത്ത് 4 വീക്ക് വെക്കും. എന്താ കിടക്കുന്നു? വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ. ഇപ്പൊ സകല ക്യാമറ കണ്ണ് ആരുടെ നേരെയാ? ദാവീദ് നേരെ. ദാവീദ് വാ പൊളിച്ച് എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ വേണ്ടി ജനം നോക്കിയിരിക്കുക. എല്ലാ TV ചാനലും ഇപ്പൊ ദാവീദേ ഉള്ളൂ.
എല്ലാ പേപ്പറുകളും ദാവീദേ ഉള്ളൂ. നമുക്ക് അഭിഷേകമുള്ള ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. അഭിഷേകമുള്ള ആൾക്കാർ രംഗപ്രവേശം ചെയ്യാതെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുകയില്ല. ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന രോഗം? യേശയ്യാ പ്രവചനത്തില് 32-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ, ബുക്ക് ഓഫ് ഐസയ്യാ. നോക്കിയ സഹോദരങ്ങളെ, ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുന്നത് വരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും, ജനസാന്ദ്രതയുള്ള നഗരങ്ങൾ വിജനമായി കിടക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം ഓരോ വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്കറിയാം അനേകം പള്ളികൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സമർപ്പിതരെ, നമ്മുടെ അനേകം ഫോർമേഷൻ ഹൗസുകൾ വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ അല്ലെങ്കിൽ പള്ളി വരുന്നവരുടെ എണ്ണം ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏക പരിഹാരം പറഞ്ഞിട്ടല്ലോ, ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയും ഈ മരുഭൂമി വയൽ വനവുമായി മാറുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് അഭിഷേകമുള്ള ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഞാനൊരു സംഭവം പറയാം, ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, അമേരിക്കയിൽ നമുക്കറിയാം പല പള്ളികളൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടുകയും ഒക്കെ വിൽക്കുക ലേലം വിളിക്കുകയോ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയം, ചില അമേരിക്കൻ അച്ഛന്മാരെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ദേവാലയം അടച്ചു പൂട്ടാൻ തീരുമാനിച്ചു. കാരണം അതിനകത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഡെയിലി 3-4 കുർബാനയെ കൊണ്ടായിരുന്ന പള്ളിയാണ്. അപ്പോൾ പള്ളിയിലെ ആൾക്കാർ അപ്പോൾ മെയിൻ ഓൾട്ടറിൽ നിന്ന് സൈഡ് ഓൾട്ടറിലേക്ക് കുർബാന മാറ്റി. സൈഡ് ഓൾട്ടറിൽ ആൾക്കാർ വരാനില്ല. അപ്പോൾ എന്ത് ചെയ്തു, സംഗീതത്തിലേക്ക് കുർബാന മാറ്റി. അങ്ങനെ സംഗീതത്തിലെ കുർബാനയ്ക്ക് 7 പേരൊക്കെയാണ് മാക്സിമം വരുന്നത്, 7 പേര്. അപ്പോൾ ടാക്സ് കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ എന്ത് ചെയ്തു, പിതാവ് പറഞ്ഞു അങ്ങനെയാണ് ആ പള്ളിയും കൂടി ലേലത്തിനിടാൻ പറഞ്ഞു. അങ്ങനെ ആ പള്ളിയും കൂടി ലേലത്തിനിടാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുക. അങ്ങനെ തീരുമാനം എടുത്ത സമയത്ത് ആ കൂട്ടായ്മയിൽ വെച്ചിട്ട് ഒരച്ഛൻ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അച്ഛ കഴിക്കും. എന്നിട്ട് അച്ഛൻ ആ പള്ളിയിൽ ചെന്നു. അച്ഛൻ ആ പള്ളിയിൽ ചെന്നെന്നറിയോ, രാവിലെ മുതൽ ഈ സംഗീതത്തിൽ വിശുദ്ധ കുർബാന എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി, നോമ്പ് നോക്കാൻ തുടങ്ങി, കണ്ണുനീരോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നു. 7 പേരാണ് കുർബാനയ്ക്ക് വന്നത്. 7 പേര് കുർബാനയ്ക്ക് പള്ളി വരാന്ന് പറഞ്ഞാൽ ടോപ്പ് നമ്പർ. എന്നിട്ട് ഈ 7 പേരോട് അച്ഛൻ ശക്തമായിട്ട് വചനം പറയാൻ തുടങ്ങി. എന്നാ പറയുന്നറിയോ, സ്വവർഗഭോഗം ചെയ്യരുത്, ആഘോഷം നടത്തരുത്. ഈ 7 പേരുടെ കുർബാനയുടെ പ്രസംഗത്തിൽ അച്ഛൻ പ്രസംഗം പറയാ. ഇതാരോടെ പറയുന്നറിയാ, ഈ 7 പേരും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അവരോട് പറയുന്ന സ്വവർഗഭോഗം ചെയ്യരുത്, അവരോട് പറഞ്ഞ ആഘോഷം നടത്തരുത്. കാരണം എന്താ പറയുക, കോൺഗ്രസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പല രാജ്യങ്ങളിലും ഉള്ളത് നമുക്കറിയാം. എന്നെ സംബന്ധിച്ചറിയാം സഹോദരങ്ങളെ, 1 മാസം കഴിഞ്ഞ സമയത്ത് ഈ അച്ഛൻ ചെന്ന് ആ പള്ളിയിലേക്ക് വിൽക്കാനിട്ടിരുന്ന ആ ലേലം വിളിക്കാൻ പറ്റുന്ന പള്ളിയിലേക്ക് ആൾക്കാർ കൂടാൻ തുടങ്ങി. 7 എന്നുള്ളത് 10 12 ആൾക്കാർ കൂടാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചെന്നറിയോ, ആ സങ്കീർത്തി ഫില്ലായിട്ട് സൈഡ് ഓർഡറിലേക്ക് കുർബാന മാറ്റി. സൈഡ് ഓർഡറിൽ കുർബാന മാറ്റി. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്തറിയോ, സൈഡ് ഓർഡർ ഫുൾ ഫില്ലായി കഴിഞ്ഞപ്പോൾ എന്തറിയോ, മെയിൻ ഓർഡറിലേക്ക് കുർബാന മാറ്റി. മെയിൻ ഓർഡറിലേക്ക് പ്രിയപ്പെട്ട സംഗതി എന്നറിയോ, ഇപ്പോൾ ആ പള്ളിയിലെ ദിവസം പ്രിയപ്പെട്ട സഹോദരൻ 7 കുർബാനയാണ് നടക്കുന്നത്. 7 കുർബാന. 2 ദിനവൃത്താന്തം 15-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുലിഖിതം വായിക്കാം. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കി അങ്ങോട്ട് വായിക്കാം. ചേർന്ന് വായിക്കാം. മനസ്സിലായപ്പോൾ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് അവന്റെ ദേശത്ത്, അപ്പൊ നോക്കിയേ, കർത്താവ് ആസായോട് കൂടി ഉണ്ടെന്ന് ബോധ്യമായപ്പോൾ എഫ്രായിം, മനാസെ എന്ന് തുടങ്ങിയ അനേക ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവരോട് ചേർന്ന് അവന്റെ ദേശത്ത് താമസമാക്കി. ഹല്ലേലൂയ. എന്ത് തോന്നിയപ്പോ, കർത്താവ് സിസ്റ്ററിന്റെ കൂടെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അനേകർ സിസ്റ്ററിന്റെ ഭാഷ അറിയാത്തവർ അനേകർ സിസ്റ്ററിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സന്തോഷം. നമ്മുടെ ടീമിന്റെ ഉദ്ദേശം അറിയാം, ഓരോ ഹീലിങ്ങും ഓരോ ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ നമ്മൾ ഓരോ ദേശത്ത് അയക്കപ്പെടുമ്പോൾ ആ ദേശത്ത് നമ്മൾ ചെന്ന് താമസിക്കുമ്പോൾ ഭാഷ നോക്കരുത്, ലാംഗ്വേജ് നോക്കരുത്, ഒന്നും നോക്കരുത്. നമ്മൾ ആ ദേശത്ത് ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് യേശുവിന്റെ ശക്തി ഒഴുകുന്നത് ആ ജനതയ്ക്ക് മനസ്സിലായാൽ അവർ നമ്മുടെ കൂടെ ചേരുമെന്ന്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവശം നമ്മളെ പ്രവഹിക്കുന്നെന്നും ആൾക്കാർക്ക് തോന്നണം. ഡാമിയൻ സ്റ്റെയിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡാമിയൻ സ്റ്റെയിൻ UK ശക്തമായി ശുശ്രൂഷ എന്ന ഡാമിയൻ സ്റ്റെയിൻ. ഞങ്ങൾക്ക് ഡാമിയൻ സ്റ്റെയിനിൽ ഇടയ്ക്ക് സഹേലിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം
അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. ഡാമിനിസിനെ ശുശ്രൂഷ സംബന്ധിച്ച് അന്ന് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഞാൻ സെഗിയോൻ്റെ സൈഡിലുള്ള സ്റ്റേജിലിരിക്കുക. അപ്പോൾ ഡാമിനിസ് ഇരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ലേഷനിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തളർവാദ രോഗികൾ ഇങ്ങനെ ഒരുപാട് മനുഷ്യരെ കിടത്തിരിക്കുക. ഡാമിനിസ് ശരിക്കും സ്റ്റേജിലേക്ക് കയറി ഒറ്റ പ്രാർത്ഥന നടത്തി. ഇംഗ്ലീഷിലാണ് പ്രാർത്ഥന. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തളർവാദ രോഗികൾ എഴുന്നേൽക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് യു. ഒറ്റ പ്രാർത്ഥനയാണ്, 2 മിനിറ്റ്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഈ വീൽ ചെയറിൽ ഇരുന്ന തളർവാദ രോഗികൾ, വീൽ ചെയറിന്റെ തളർവാദ രോഗികൾ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഈ വീൽ ചെയർ പൊക്കി ഇങ്ങനെ കൈ പിടിച്ച് വെച്ചിട്ട് തുള്ളി സ്റ്റേജിലേക്ക് കയറുക. ഞാൻ ആ സ്റ്റേജിന് സൈഡിൽ വാ വിട്ട് കരയായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ആരൊന്നും ഞാൻ നോക്കിയില്ല, വാ വിട്ട് ഞാൻ കരയായിരുന്നു സഹോദരങ്ങളെ. അപ്പോൾ ഈ ഡാമിനിസിനെ കാണാൻ ഇടവന്നു. അപ്പോൾ ഡാമിനിസിനെ കാണാൻ ഇടവന്നപ്പോൾ ഡാമിനിസിനായിട്ട് നല്ല ഇംഗ്ലീഷൊന്നും നേരെ അറിയത്തില്ല, എന്നാലും അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് ഡാമിനിസിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡാമിനിസിനെ പറഞ്ഞു, സന്ദേശം എന്നറിയോ അച്ഛാ, യേശുവിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ശരീരത്തിൽ പുറപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിന്റെ ആളല്ല, നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ജാതിയുടെ ആളാണ്. യേശുവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിന്റെ ആളല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ജാതിയുടെ ആളാണ്. പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകം എന്ന് പറഞ്ഞത് ഇതിന് വേറൊന്നുമില്ല. അഭിഷേകം വർഷിക്കുമ്പോൾ വേറൊന്നുമില്ല. സക്കറിയ 8:23 ബുക്ക് ഓഫ് സക്കറിയ. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന 10 പേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പറയാം ഹല്ലേലൂയ. അപ്പൊ വിവിധ ഭാഷകൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് യഹൂദന്റെ ഭാഷ മനസ്സിലാകില്ലാത്തവർ, യഹൂദന്റെ ഭാഷ മനസ്സിലാകില്ല, വേറെ ഭാഷ സംസാരിക്കുന്നവരാ, ഹിന്ദി സംസാരിക്കുന്നവരാകാം, മറാഠി സംസാരിക്കുന്നവരാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഭാഷ സംസാരിക്കുന്നവരാകാം. അങ്ങനെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന 10 പേർ ഈ യഹൂദന്റെ അങ്കിയെ പിടിച്ചോണ്ട് പറയാ, അതെ ഞങ്ങൾ നിന്നോട് പോര്, കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം എന്ന് പറയുന്ന ഭാഷയ്ക്കപ്പുറത്താ എൻ്റെ പ്രിയപ്പെട്ട. അനോയിന്റിംഗ് ഈസ് ബിയോണ്ട് ലാംഗ്വേജ്. പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ സഹോദരങ്ങളെ, ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ UK വൈദികരുടെ ഒരു ഇംഗ്ലീഷ് ധ്യാനത്തിന് പോകാനായിട്ട് ഇടവന്നു. UK. അപ്പോൾ സാധാരണ ഇതിൽ അങ്ങനെ UK ധ്യാനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈദികർ വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കോൺടെസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ വൈദികരൊന്നും അധികം നമ്പറൊന്നും വരികയല്ല. ദൈവാനുഗ്രഹത്തിന് ഈ ധ്യാനത്തിൻ്റെ 10-22 വൈദികർ വന്നു. അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പല വിദേശ മലയാളീസ് വളരെ ചുരുക്കം, ബാക്കി നോൺ മലയാളീസ് ധ്യാനമാണ്. അപ്പോൾ ഞാൻ ഈ UK ചെന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, പിന്നെ ഈ ധ്യാനത്തിന് വേണ്ടി ചെന്ന സമയത്ത് സൂചിച്ചതിൻ്റെ കൂടെയാണ് ചെന്ന സമയത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന ബഹുമാനത്തെ സംഘാടകരും അങ്ങനെ ആൾക്കാർ എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തന്നു. എന്നിട്ട് പറഞ്ഞെന്നറിയോ, ഇത് പൊന്ന അച്ഛാ, ഇത് കേരളമല്ല, ഈ കേരളത്തിൽ ഇങ്ങനെ കണ്ണടിച്ച് പെട്ടെന്ന് മുറി രണ്ടെന്ന് പോലെ പറയുന്നവർ വിവരം അറിയും, ഒരു 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കാൻ അവർ സമ്മതിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശദമായ ട്രെയിനിങ്. എന്ന് ചോദിക്കാം, ഒരു കാര്യം എന്നൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ വുഡ് യു പ്ലീസ് ഇങ്ങനെ ചോദിക്കണം. പ്ലീസ് പോരെ, ഞാൻ അത്ര ആദരവ് ബഹുമാനത്തോട് പെരുമാറാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ ട്രെയിനിങ്. അപ്പം ഞാൻ തന്നെ ടെൻഷനായി പോയി. ഇതിപ്പോൾ എങ്ങനെ പറയും, ഒന്നാമത് നേരെ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ല, പിന്നെ ഇതെല്ലാം ഒരുങ്ങി പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പം ഞാൻ എല്ലാ ട്രെയിനിങ് ഞാൻ സ്വീകരിച്ച് എല്ലാം ഞാൻ സമ്മതിച്ചു. സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ എല്ലാ ട്രെയിനിങ്ങും മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. സത്യം, എല്ലാ ട്രെയിനിങ്ങും ഞാൻ മറന്നുപോയി. എൻ്റെ സഹോദരങ്ങളെ ഇതേ പോലെ തന്നെ ഒരു മയമില്ലാതെ വചനം പറഞ്ഞു. എല്ലാ പാപത്തെക്കുറിച്ച് എല്ലാ കാര്യവും വളരെ വിശദമായിട്ട് ഒരു മയമില്ലാതെ, ഒരു മയമില്ല വെട്ടൊന്ന് മുറിഞ്ഞ വചനം പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കണ്ട കാഴ്ച എന്നറിയോ, ഞാൻ ശേഷം കൗൺസിലിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ട് അച്ഛന്മാർ സംസ്കൃതി പോയിട്ടെന്നറിയോ, അവർ സ്റ്റേജിൽ കയറി കണ്ണുനീരോടെ അവരെ ടെസ്റ്റ് മണി പറയാണ്. കണ്ണുനീരോടെ ടെസ്റ്റ് മണി പറയായിരുന്നു അവർ. എന്നറിയാം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ അറിയാൻ പാടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു സഹോദരങ്ങളിൽ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാഷയ്ക്ക് അപ്പുറത്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ. നമ്മൾ ചിന്തിക്കുന്ന എല്ലാത്തിൻ്റെ അപ്പുറത്താണ് ഈ അഭിഷേകം എന്ന് പറഞ്ഞത്. അപ്പം അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് വരണം, ഇല്ലെങ്കിൽ പോയി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങിയില്ലെങ്കിൽ പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുകരം ഉയർത്തി ഒരു 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, സെന്റ് അഗാത്തെ എന്ന് പറഞ്ഞ വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അഗാത്തയുടെ ജീവിതത്തിൽ പറഞ്ഞ സംബന്ധം അറിയാം. അതായത് ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടി വരിക. ഭൂകമ്പം അല്ല, ഉരുൾപൊട്ടലല്ല, അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അഗ്നിപർവ്വതം പൊട്ടി വന്നുകൊണ്ടിരിക്കുന്ന അറിയാം. ഈ സിസ്റ്റർ വിശേഷം എന്നറിയാം, ഈ സിസ്റ്റർ തലമുണ്ടില്ലേ, ഈ തലമുണ്ട് ഈ വെയിലെടുത്ത് നേരെ ഈ അഗ്നിപർവ്വതത്തിന്റെ നേരെ നീട്ടി കാണിച്ചു. അഗ്നിപർവ്വതം അതോടുകൂടി അവിടെ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. സെന്റ് അഗാത്തെ
എന്ന് പറഞ്ഞ് ഇതുപോലത്തെ ഒരു കാലഘട്ടത്തിന്റെ അഭിഷേകം സ്വീകരിക്കാതെ ലോകം ഇനി ഗതിവിഗതികൾ മാറി വരാൻ മാർഗമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോണത്. ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. ഈ അഭിഷേകത്തെ കണ്ട് പ്രാർത്ഥിക്കണം. ഈ അഭിഷേകത്തെ കണ്ട് പ്രാർത്ഥിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. എന്താ അഭിഷേകത്തെ കണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദർ തെരേസ ഏതെങ്കിലും ഒരു ദേശത്ത് ഒരു ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ദേശത്ത് വിമാനം ഇറങ്ങിയിട്ട് മദർ തെരേസ കോൺവെൻഷൻ ഇതിനകത്ത് ആൾക്കാർ ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. സിസ്റ്റേഴ്സ്, മദർ തെരേസ ചെയ്തിരുന്ന കാര്യം എന്താ? ആ മദർ തെരേസയ്ക്ക് ആ ദേശത്ത്, ആ രാജ്യത്തെ എവിടെയെങ്കിലും കോൺവെന്റ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തെന്ന് പറഞ്ഞത്? എന്താ ചെയ്തുകൊണ്ടിരുന്ന മദർ തെരേസ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത കാശരൂപം ആരും അറിയാതെ, മാതാന്റെ അത്ഭുത കാശരൂപം ആരും അറിയാതെ ആ രാജ്യത്തെ തിരിച്ചു പോരുന്ന എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് വരും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവിടെ ഒരു കോൺവെന്റ് ആയിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഭിഷേകത്തെ കണ്ടങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങണം. അവിടെ ഒരു കോൺവെന്റ് വന്നു കഴിഞ്ഞു, കാശരൂപം കുഴിച്ചിട്ട് എന്ന് കണ്ടങ്ങ് പ്രാർത്ഥിച്ചങ്ങ് സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ട് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ. സങ്കീർത്തനം 2:8, രണ്ടാമത്തെ സങ്കീർത്തനം 8-ാമത്തെ തിരുലിഖിതം. സങ്കീർത്തനം 2:8, സങ്കീർത്തനം 2-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുലിഖിതം. കിട്ടിയോ? നമുക്കറിയാവുന്ന ഒരു വചനമാണ്. അതുകൊണ്ട് ചേർന്ന് ഒരുമിച്ച് ഉറക്കെ നന്നായിട്ട് അങ്ങ് വായിക്കാം. ചേർന്ന് വായിക്കാം. അവകാശമായി തരും, നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ദേശങ്ങൾ നിനക്ക് അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കി തരും. അതുകൊണ്ട് ദൈവത്തോട് കണ്ട് അവകാശപ്പെട്ടങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ് അഭിഷേകം വർദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സംഭവം പറയാം. അതായത് ഞാൻ സന്തോഷ് ബ്രദറൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ സെമിനാരി പഠിക്കുന്ന നേരത്തെ ദൈവകൃപയാൽ ഇങ്ങനത്തെ ശുശ്രൂഷയുടെ ആഗ്രഹം കർത്താവ് കൊളുത്തി തന്നു. അങ്ങനെ ഞാൻ കോട്ടയം പരവാസ സെമിനാരി പഠിച്ചത്. അങ്ങനെ പരവാസ സെമിനാരി ദിവസം 1 ഡേ പിക്നിക്കിന് വേണ്ടിയിട്ട് ആലുവ നമ്മുടെ കൊച്ചിയിലേക്ക് വരാം, മറൈൻ ഡ്രൈവ്. അങ്ങ് മറൈൻ ഡ്രൈവ് അപ്പം ഞാൻ ഡീക്കനായിരുന്ന സമയം. അങ്ങനെ മറൈൻ ഡ്രൈവ് വന്ന സമയത്ത് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. മറൈൻ ഡ്രൈവ് കണ്ടത് അന്ന് നായിക്കം പരമച്ചൻ, പനക്കലച്ചൻ എന്ന് പറഞ്ഞതുപോലെയുള്ള അച്ഛന്മാർ നടത്തുന്ന കൺവെൻഷൻ. നമുക്ക് ദൂരെ നിന്നാണ് ഈ അച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് കൺവെൻഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒഴിഞ്ഞു കിടക്കുവാണ്. അവിടെ ഒരു മനുഷ്യരില്ല, കൺവെൻഷൻ കഴിഞ്ഞ് സ്റ്റേജ് പൊളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഡീക്കനോട് പറഞ്ഞു, ഡീക്കാ എൻ്റെ കൂടെ ഒന്ന് വരാവോ? 2-3 പേരെന്ന് പറയും, എനിക്ക് ആ സ്റ്റേജിൽ ഒന്ന് കുരിശ് വരച്ചിട്ട് ഈ കൺവെൻഷൻ വേദി ഒന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം, അതിന് എന്നെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ കൂട്ടത്തിലെ ഡീക്കന്മാർ പറഞ്ഞു, അല്ലേലും നിനക്ക് കുറച്ച് വട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് ജോമൽ കലികളെന്ന് പറഞ്ഞാൽ പാലാരൂർ അച്ഛൻ, ആ ഡീക്കൻ പറഞ്ഞു എൻ്റെ കൂടെ വരാമെന്ന്. അപ്പം ഞാനന്ന് അച്ഛനായിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ആ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ സ്റ്റേജിൽ വന്നിട്ട് ഇവനെ കൂട്ടി വന്നിട്ട് ജസ്റ്റ് ആ സ്റ്റേജിൽ കയറിയിട്ട് ഒരു കുരിശ് വരച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ എത്രയോ അനുഗ്രഹമാണ് കർത്താവേ, ഇവിടെ ഒരു വചനം പ്രഘോഷിക്കാൻ കർത്താവേ, ഈ ജനതയെ എനിക്കൊന്ന് തരുവാണെങ്കിൽ കർത്താവ് ഞാൻ അങ്ങേക്ക് നന്ദിയുള്ളവനായിരിക്കും, എൻ്റെ കുറച്ച് വിശുദ്ധീകരണം നടക്കും കർത്താവേ, അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ഓർത്ത് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പട്ടം കിട്ടിയിട്ടില്ല അന്ന്, എനിക്കന്ന് പട്ടം കിട്ടിയിട്ടില്ല. എൻ്റെ സഹോദരൻ എനിക്ക് കേൾക്ക്, ആ ഡിസംബർ 28-ാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം. ഡിസംബർ 28-ന് എൻ്റെ പട്ടം. എന്നിട്ട് ആ പട്ടം കഴിഞ്ഞ് പിന്നെ ജനുവരി ഫെബ്രുവരിയിലാണ് മറൈൻ ഡ്രൈവ് കാണുന്നത്. ആ വർഷത്തെ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ പട്ടായച്ചനായിരുന്നു. അപ്പോൾ നോക്കിയാൽ, അപ്പോൾ പട്ടാച്ചി മറികാരം ചെയ്യുക, വിനോദം പട്ടം കിട്ടുന്നില്ല, എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് ആ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ എന്നെ കൊണ്ടുപോയി വചനം പ്രഘോഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുടക്കെന്താ? 3 കുരിശ്. അഭിഷേകം കണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയും ഹല്ലേലൂയ. ഈ ഡാമിയൻ സ്റ്റേന് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. എന്നാണെന്നറിയാമോ? ജന്മന അവയവങ്ങളില്ലാത്തവർക്ക് അവയവമുണ്ട്. ജനാമയും പ്രാർത്ഥിക്കുക, ജന്മന കണ്ണില്ല, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കണ്ണ് മുളച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജന്മന ഇല്ലാത്ത കണ്ണ് മുളച്ചു. ജന്മന ഓവറി ഇല്ലാത്ത ആൾ, യേശുവിൻ്റെ നാമത്തിൽ ഓവറി ഉണ്ടാകട്ടെ, ഒരൊറ്റ പ്രാർത്ഥന. എന്നിട്ട് അടുത്ത ടെസ്റ്റ് ആകുമ്പോൾ ഓവറി ഉണ്ട്. നമ്മുടെ സാബു 6 തൊട്ടി, നമുക്ക് വിശ്വസമുണ്ട്, സാബു 6 തൊട്ടി അതേപോലത്തെ ഒരു ഗിഫ്റ്റ് കണ്ടിരിക്കുന്ന സാബു 6 തൊട്ടിയിലാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഡാമിനിഷനോട് ചോദിച്ചേ, ഡാമിനിഷൻ ഇത് ഈ ഒരു അഭിഷേകം ഒരു ഭയങ്കര സംഭവമാണല്ലോ കർത്താവേ, അപ്പോൾ അഭിഷേകം ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അഭിഷേകം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറ്റിക്കൂടി പതുക്കെ. അപ്പോൾ ഡാമിനിഷനോട് ചോദിച്ചപ്പോൾ ഡാമിനിഷൻ പറഞ്ഞ കാര്യം ചേർത്ത് ഞാൻ ചങ്കടിച്ചു. എന്നറിയോ ഡാമിനിഷൻ പറയാം, ജന്മന ഇല്ലാത്ത അവയവങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുളച്ച് വരാൻ വേണ്ടി 10 വർഷം പുള്ളി പ്രാർത്ഥിച്ച സഹോദരങ്ങളെ. ഈ ഡാമിയൻസിന് 10 വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ജന്മന ഇല്ലാത്ത അവയവങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായി വരാൻ വേണ്ടി കണ്ടിന്യൂസ് ഫോർ 10 years. എൻ്റെ സഹോദരങ്ങളെ, ഒരഭിഷേകം വർദ്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 10 വർഷം പ്രാർത്ഥിച്ചവർ നമ്മൾ എത്ര പേരുണ്ട് ഇതിനകത്ത്?